ഞാനിന്ന് പോകുന്നത് ജപ്പാനിലെ മിയാജിമ ഐലൻഡിലോട്ടാണ്. ഓക്കെ, അതൊരു ഐലൻഡാണ്. ഐലൻഡ് പോകണമെങ്കിൽ നമ്മൾ ഫെറി എടുത്തോണം പോകാറുണ്ട്. GR ഫെറീസ് എന്ന് പറഞ്ഞ ഫെറീസ് ഉണ്ട്, 3-4 പ്രൈവറ്റ് ഫെറീസ് ഉണ്ട്. ഓക്കെ, അത് ഫെറി എടുത്തിട്ടാണ് നമ്മൾ പോകാനായിട്ട് മിയാജിമ പോർട്ട്. ഇതാണ് പോർട്ട്. ഇവിടെ നമ്മൾ പോവുക, കയറുക, അവിടെ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് ബൈൻഡിങ് മെഷീൻസ് ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഫ്രീ ടൈമിംഗ് ഉണ്ട്. കണ്ട, ഇനിയിപ്പോൾ ഒരു 5 മണിക്കാണ് ഫ്രീ ഉള്ളത്. ഇപ്പോൾ ടൈം ഏകദേശം 5:50 അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറാം. കയറി കഴിഞ്ഞാൽ ഫ്രീ ആവും. ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഫെറി കിടക്കുന്നു. ഇങ്ങനെ പോവാം. ഇതാണ് റോറോ, കണ്ടോ? നമ്മുടെ വൈപ്പിൻ ഫോർട്ട് ജി ജങ്കാറൊക്കെ പോലെ, പക്ഷെ അതിനേക്കാളൊക്കെ ഇത്തിരി നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാം. ടോപ്പിൽ കയറി നിൽക്കാം. താഴത്തെ സൈഡിൽ നിൽക്കാം, എവിടെയെങ്കിലും നിൽക്കാം. ഡോർ ക്ലോസ് ആവുന്നുണ്ടോ? ജപ്പാൻ അവരപ്പം തന്നെ ആൾക്കാർ കയറി അല്ലെങ്കിൽ വണ്ടി കയറിയതിന് ശേഷം അവരപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടോ? വൃത്തിയുടെ കാര്യത്തിൽ ജപ്പാൻകാർ ഒരു രക്ഷയില്ല. ഫെറിയുടെ മുകൾ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുക വേണമെങ്കിൽ. ഭയങ്കര തണുപ്പാണേ, കാറ്റടിക്കും ഭയങ്കര. ഇവിടെ ഇരിക്കുക, അല്ലാതെ ഇതിനകത്ത് കണ്ട ഇതിനകത്തിരുന്ന തണുപ്പടിക്കൂല. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് പോവാം. ഇവിടെ വേറെ ഫെറി തന്നെ ഉണ്ടോ? ഓക്കെ, ഞാൻ ആ ഫെറി ഇറങ്ങി ഇവിടെ എത്തി. ഇതാണ് പോർട്ട്. ഓക്കെ, ഇതാണ് പോർട്ട്. നമുക്ക് ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഈ ഭാഗത്തോട്ട് റെസിഡൻഷ്യൽ ഏരിയാസ് എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മൾ പോർട്ട് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് ടോറി ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു ടെമ്പിൾ ഉണ്ട്, പിന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഒരു ബോളിവാർഡ് പോലൊരു ഏരിയ ഉണ്ട്. എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ജപ്പാനിൽ ഒരുപാട് ടണൽസ് ഉണ്ട്. ഏകദേശം 15,800 ടണലുണ്ടെന്ന് പറയാം. നമ്മൾ ജപ്പാനിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിതുവരെ ട്രാവൽ ചെയ്യില്ല, എവിടെയും ഒരു ഹെയർ പിൻ കയറി പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ മലയും തുറന്ന് പോയണം. അത് ഇതിപ്പോൾ ഒരു ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയ ഐലൻഡിലെ മിയാജിമ ഐലൻഡിലെ ഒരു ബോട്ട് ഹാർബറാണ്. ഇതിനോട് ചേർന്ന് ചെറിയൊരു മൗണ്ടൻ, അതുപോലെ ഒരു തുറന്ന് ടണലാക്കി വെച്ചാണ്. അതുപോലും, അതായത് അത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ പോലും നമുക്ക് ഇതാണ്. അതുപോലും അവർ തുറന്നിട്ട് ടണലാക്കി വെച്ചാണ്. നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ മേളിൽ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? മാറ്റർ ഓരോ ടണലാക്കി. നമ്മുടെ നാട്ടിലാണ് വയനാട് തുരങ്കം വരുമ്പോൾ ഭയങ്കര എന്തോ പരിപാടി പോലെ. നമ്മളെ സംബന്ധിച്ച വലിയ പരിപാടിയാണ്, പക്ഷേ ജപ്പാൻകാർക്ക് ഭയങ്കര നിസ്സാരമാണ്. ഇതാണ് ഞാൻ വന്നിറങ്ങിയ ഹാർബർ. ഇത് ഈ ഐലൻഡിലൊരു മാർക്കറ്റാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് തന്നെ. ഇവിടുത്തെ മാർക്കറ്റാണ്. ഇവിടുത്തെ മെയിനായിട്ട് ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഓയിസ്റ്ററാണ്. ഓയിസ്റ്റർ ചെറുതായിട്ടൊന്ന് വേവിച്ച് തരും, അത് കഴിക്കാം. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ഫുഡാണ്. ഈ
ഓയിസ്റ്റർ ഇതേപോലെ അവർ ഏകദേശം ഒരു പീസിന് 500 എന്നാണ് വരുന്നത്. കുറേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിച്ചു നോക്കുമ്പോൾ അറിയാം അങ്ങനെയാണ്. യാതൊരു വിധത്തിലുള്ള മസാലകളോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഫ്രൈ ചെയ്യുക, അതൊരു കമ്പിൽ പുറത്ത് തരിക, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ബസ് 111. ഇവരൊന്നുമില്ല, അത് വെറുതെ ഏകദേശം 500 എന്നാണ് വന്നത്. തിരിച്ച് 500 രൂപ കോയിനാണ്. ഓക്കെ, നമുക്കിത് കഴിച്ചു നോക്കാം. ഇതാണ് സാധനം. കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ചെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിത് എടുക്കാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ 600. ഹായ്. ഫ്രൈ ചെയ്തോ, പക്ഷെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. നമ്മൾ മറ്റേ ഓയിസ്റ്റർ കഴിച്ച പോലെ പരാജയമാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടുത്തെ ഒരു ബർഗറാണ് ഇത്, ഓയിസ്റ്റർ ക്രീമി ബർഗർ എന്നാണ് പറയുന്നതിന്. ഇനി 600 എന്നാണ്. ഞാൻ പൈസ കൊടുക്കട്ടെ കേട്ടോ. വെയിറ്റ്. ഞാൻ ഓയിസ്റ്ററിക്കാണ് എൻ്റെ കൂടെ, പക്ഷെ ഇത് കൊള്ളാട്ടോ. മറ്റേതുപോലെ പരാജയമല്ല. മറ്റേ പരാജയം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് പിടിക്കാത്ത മസാല നിറത്തരണം. ഇതിൽ പിന്നെ കുറച്ചൊക്കെ മസാല ഇട്ടുണ്ടവർ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓയിസ്റ്ററും ഉണ്ട്, 2-3 ഓയിസ്റ്റർ ഉണ്ട്. ഇതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ ഓയിസ്റ്റർ. ഇവിടുത്തെ വേറൊരു പരിപാടിയാണ്, നമ്മൾ 500 കൊടുത്താൽ ഫ്രഷ് ജ്യൂസ് കിട്ടും. കാണിച്ചു തരാം. ഇവിടെ ക്യാഷ് ഇട്ടു, തിരിച്ചെടുത്തില്ല. കാശ് ഇട്ട് നോക്കാം. ടച്ച് ചെയ്തിട്ടാ ക്യാഷ് ഇട്ടു. എന്ത് പരിപാടിയാ? നമ്മുടെ ക്യാഷ് എടുക്കണില്ല. നമ്മളിതാ അവിടെ നിന്നാണ് വന്നത്. ഫെറി വേണ്ട, ഇതാണ് നമ്മൾ വന്ന ഫെറി. ഓരോ 10-15 രൂപ ഫെറി ഉണ്ട്. ഇതൊരു ഫെറി കണ്ട്. ഇതാണ് ഐലൻഡ്. മാനുകളൊക്കെ കണ്ട എവിടെയെല്ലാം കാണാം. നമ്മുടെ നാട്ടിൽ പശു ഉണ്ടാവും, അതേപോലെ മാൻ. ഇതിലൂടെ ഇങ്ങനെ നടക്കാം. ലെറ്റ്സ് വാക്ക്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നടന്ന അങ്ങനെ കുറേ ഫുഡ് പോയിന്റ്സ് ഉണ്ട്. നല്ല രസം ഇത് കാണാനായിട്ട്. ഈ ഏരിയ ജപ്പാൻ ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഐലൻഡാണത്.
ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയകൾ ഇങ്ങനെയാണ് കേട്ടോ. ഉണ്ടോ വീടുകളുണ്ടോ? ഐലൻഡ് ആണെങ്കിലും ഫെറി വഴി വണ്ടികൾ വരും. നമ്മളിപ്പോൾ വന്ന ഫെറി ഉണ്ടല്ലോ, ആ ഫെറി വഴി വണ്ടികൾ ഇങ്ങോട്ട് വരുന്നതാണ്. ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ, ബീച്ചിനോട് ചേർന്ന് തന്നെയാണ്. ഇതിൻ്റെ ടോപ്പിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. താഴത്തവരുടെ കച്ചവട സ്ഥാപനങ്ങളും മേളിലവർ താമസിക്കുകയോ ചെയ്യുന്നു. ഇതാ ഫെറി ഉണ്ടോ, പണ്ടത്തെ ഹച്ച്പെട്ടി. ഇതൊക്കെ ഓരോരോ സ്ട്രീറ്റ് ഫുഡ്സ് പോലത്തെ സംഭവങ്ങളാണ്. എനിക്ക് ഈ മരം ഭയങ്കര രസമായിട്ട് തോന്നി. ഇതാണ് ഈ ഐലൻഡിലെ ഏറ്റവും പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥലം. കാരണം ഇതാണ് ടോറി ഗേറ്റ്. ഓക്കെ, നമ്മൾ ജപ്പാനെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മിക്കതും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഫസ്റ്റ് വരുന്ന ഇമേജ് ഈ ടോറി ഗേറ്റിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇതിന് ഫുള്ള് വെയിലേറ്റ സമയത്ത് വെള്ളത്താൽ കവർ ചെയ്ത് നിൽക്കും. ഭയങ്കര ബ്യൂട്ടിയാണ് കാണുന്നത്. ഇപ്പോൾ വെള്ളമില്ല, വെള്ളം ഇറങ്ങിയിരുന്നു. അതാണ് ഇത് കറക്റ്റ് വ്യൂ. ഇതിൻ്റെ സെൻട്രൽ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ട്. ഓക്കെ, സോറി, ഇത് ഒരു ടെമ്പിളാണ് ആ കാണുന്നത്. ആ ടെമ്പിളിൻ്റെ ആ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് വ്യൂ കാണാൻ പറ്റും. ഓക്കെ, ആൾക്കാർ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെയും നാര ഡിയർ പാർക്കിലെ പോലെ മാനുകളുണ്ട്. ഇങ്ങനെ വെറുതെ നടപ്പുണ്ട്, നമുക്ക് ഉപദ്രവിക്കുകയൊന്നുമില്ല. പക്ഷെ നാര ഡിയർ പാർക്കിലെ മാനുകൾ കുറച്ച് അഗ്രസീവാണ്. അവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും നമ്മൾ ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് വളരെ ഫ്രണ്ട്ലിയാണ്. കണ്ടോ, നമ്മൾ ബോ ചെയ്തവർ തല ഉണിച്ചവർ സാധനം തല ഉണിക്കാറുണ്ട്. കണ്ടോ, ടൂറിസ്റ്റൊക്കെ കളിപ്പിച്ച് വെക്കുന്നു. നമ്മൾ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയാണത്. ഇതാണ് അമ്പലത്തിലോട്ടുള്ള എൻട്രൻസിൻ്റെ. ഓക്കെ, നമ്മളിവിടെ നിന്നാണ് വന്നത്. കാരണം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഏകദേശം 300 yen ടിക്കറ്റ് വരുന്നത്. 300 yen. 300 yen എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം ഒരു 160 രൂപ വരും. ഓക്കെ, ഇതാണ് ടിക്കറ്റ്. നമുക്ക് അകത്ത് കയറിയിട്ട് വരാം. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോറി ഗേറ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു നേർച്ചയുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ ഇതിനകത്ത് ഇവരെ വിഷുകൾ എഴുതിയിടുക എന്നുള്ളത്. അതൊറിജില്ല. ടെമ്പിളിൻ്റെ ഉള്ളിലെ വഴികളാണ് ഇതൊക്കെ. പക്ഷേ സെയിലിങ്ങനെ ഇതൊക്കെ കണ്ടു. ഇതേപോലെ പരിപാടികൾ നടപ്പുണ്ടോ? കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ കാണും. നേരത്തെ പറഞ്ഞില്ലേ, ഈ ടെമ്പിളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ടോറി ഗേറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് നല്ല ഭംഗിയായിട്ട് കാണാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. ശരിക്കും വെയിലേറ്റ സമയത്ത് ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരിക്കും. അപ്പം ആ ടോറി ഗേറ്റ് നല്ലതെന്ന് മാറ്റോ, ആ ടോറി ഗേറ്റ് നമുക്ക് വെള്ളത്തിൽ നിൽക്കുന്ന പോലെ തോന്നും. എന്താ ഇത് ഞാൻ ഈ നമ്മുടെ ഈ ടെമ്പിളിൽ കയറാനുള്ള ടിക്കറ്റാണത്. ഓക്കെ, ടിക്കറ്റ് ഉണ്ടോ, ഇതുണ്ടോ, ഇതേപോലെ ഇരിക്കും ഇതിരിക്കുക. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല, വെള്ളം ഇറങ്ങിയത് കാരണം ഇങ്ങനെ കിടക്കുന്നു.